കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോണ്ടല്ലോ ഒരു എന്ത് തിന്നാലും കൊടുത്താലും അവർ നമ്മളൊരു മുഖം നോക്കും കേട്ടോ. ചർമുറി നല്ലോണം സാപ്പിട്ടു. അതാ ഇത് വേണ്ട വേണ്ടെന്ന് ചായക്കാലിയാ ഗൈസ്. ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് വെച്ചു. കഴിച്ചു ഗൈസ്. കഴിച്ചിട്ട് നമ്മൾ മഷി ഇത് വയറ് ഭക്ഷണം മാറി ഗൈസ്. അങ്ങനെ ഞാനത് കുതിരുന്നിട്ട് വീഡിയോ നോക്കിണ്ടായിരുന്നു ഗൈസ്. മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ മാഗി നൂഡിൽസ് ചർമോറി. അപ്പോൾ എൻ്റെ ഇഷു ആൻഡ് എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് ആയൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവർക്കും ഫേവറേറ്റ് ആണത് ആ ഒരു മാഗി വിത്ത് പീനട്സ് ചർമോറി. അപ്പോൾ ഉമ്മ ഇന്നെൻ്റെ അടുത്ത് ഉമ്മ ആൻഡ് കുട്ടികൾ ഉറങ്ങി എണീച്ചിട്ടാണ് ഈ സ്നാക്സ് വേണമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഞാൻ ഒരു 5 to 6 മിനിറ്റ്സിൻ്റെ ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഇവിടെ ഇവരെ ഓണായിട്ട് ഇവിടെ ലേസ് ചർമുറ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് നോക്കാം. ആരെങ്കിലും അടിച്ചാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ കിടക്കും. ഫ്രൈ ആക്കണം. ഒന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം ഒന്ന് കടലാണ് ഇട്ട് കിടക്കുന്നത്. ഒരു സൈഡിൽ ഞാനിവിടെ മാഗിയാണ് കേട്ടോ. മാഗി പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ഇത് ഞാൻ പൊടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് എൻ്റെ ഉമ്മക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. എൻ്റെ ഉമ്മ മാഗിയിൽ ഭയങ്കര സംഭവം കഴിക്കാറില്ല. ഇതൊന്നും അങ്ങനെ സർപ്രൈസ് ആക്കി നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടാ. അത് മാഗി മസാല വേണം മിക്സ് ആക്കാനപ്പാ. മാഗി മസാല മിക്സ് ആക്കാൻ കടലാണ് കേട്ടോ. ഒന്ന് കടല ഒന്ന് റോസ്റ്റ് ചെയ്യാം. കടല മീൻസ് എന്താ പറയുക കപ്പലണ്ടി. ഒന്ന് വെള്ളം പൊടിച്ചു ഇതിൽ കപ്പലണ്ടി ഇതിലൊരു ഉണ്ടയാൽ മാത്രമാണ് ടേസ്റ്റ് കേട്ടോ. ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് ഇത്ര വറുത്ത് ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ചാണ് അത് വറുത്ത് കൊടുക്കും. എനിക്കിങ്ങനെ വറുത്ത് കൊടുക്കാം. വറുത്ത് കൊടുക്കട്ടെ. ക്രിസ്പിയായിട്ട് വറുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡിൽ ബ്രൗൺ കളറാണെന്ന് വരെ ഞാൻ തക്കാളി ഉള്ളിയാണ്ട് പച്ചമുളകൊന്ന് എന്താക്കുക പച്ചമുളകാണ്ട് കോരിയേണ്ട ലീവ്സ് ഒന്ന് ഇതാക്കി വരാം. മുറിച്ചിട്ട് ഇട്ട് വരാം. ഞാൻ ഇവിടെ ഒരു സൈഡിൽ ടൊമാറ്റോ ചെയ്തിട്ട് ഒരു സൈഡിൽ വറുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ടൊമാറ്റോ ഉള്ളി തക്കാളി അതൊന്ന് വെച്ചിട്ട് ഫേവറേറ്റായി കോൾഡ് കോഫി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത് ഐസാണത്. ഇവർക്ക് രണ്ടാൾക്കും ഫീവറാണ്. ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് ഫുള്ള് ഫീവറാണ്. അതായത് രാവിലെ മുതൽ രാത്രി വരെ. അങ്ങനെ പിന്നെ അവർക്ക് രാവിലെ മുതൽ രാത്രി വരെ ചൂട് കഞ്ഞിയും പാരസിറ്റമോൾ കൊടുക്കുക, കഞ്ഞി കുടിപ്പിക്കുക. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് ഈവനിങ് ആകുമ്പോൾ ശരിയായതാണ്. ഈവനിങ് ശരിയായിട്ടാകുമ്പോൾ അവർ ഫുഡ് ഇപ്പോൾ രാത്രി കഞ്ഞി മതി എന്ന് ആലോചിക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ചർമ്മൂരി എന്തെങ്കിലും സ്നാക്സ് വേണമല്ലോ. അപ്പോൾ ചർമ്മൂരിയായിട്ടൊക്കെ ഉണ്ടാക്കി ഉരിയൊക്കെ വെച്ചിട്ട് അതിനുശേഷം എൻ്റെ ഉമ്മക്ക് ഇവർക്ക് കഞ്ഞി കൊടുക്കുമ്പോഴാണ് ഉമ്മക്കൊരാഗ്രഹം എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കണം, വായിട്ടോ ടേസ്റ്റിയായ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാണ് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ്. ഉമ്മക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ഒന്നുമില്ല. ഉമ്മ ഷവർമ്മ കഴിക്കുന്നില്ല, ബർഗർ കഴിക്കില്ല, പിന്നെ ചീസ് ഐറ്റംസ് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളെ ഇഷ്ടമല്ല. നാടൻ ഫുഡാണ് ഇഷ്ടം. പിന്നെ പറഞ്ഞാൽ അന്ന് നീ ഒന്നും ഉണ്ടാക്കിയ ചർമുറിയ സെയിം ആയിട്ട് ചർമുറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാനൊരു വൈറൽ മാഗി ചർമുറി മസാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതായിരിക്കും പറയുന്നത്. പിന്നെ എനിക്ക് പിന്നെ ഒരു ഡൗട്ടാണ് ഏതാണെന്നുവെച്ചത്. പിന്നെ കൺഫ്യൂസായി ഞാൻ ആലോചിക്കുകയാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ. കുട്ടികളൊക്കെ നോക്കാവരാണ് എന്തോ കാര്യമായിട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കോഫിയാണ് കേട്ടോ സൈഡിൽ വയ്ക്കുന്നത്. കുട്ടികൾക്കുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഫുഡ് ക്രേസാണ്. അതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ. സംടൈംസ് എൻ്റെ ഫുഡ് ചോദിച്ച് വരുത്തിക്കും. അപ്പോൾ ഇവർക്ക് പുന്തി റൈസ് അങ്ങനെയൊക്കെ ഫുഡ് മീൻസ് റൈസ് ബോൾ ഉണ്ടല്ലോ അതും ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പിന്നെ വെള്ളിയാഴ്ച നമുക്ക് ചിക്കനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞില്ല ഓൾറെഡി ഫീവർ ആയിരുന്നു. അപ്പോൾ കഞ്ഞിയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് മൂഡ് ഓഫ്. ഇല്ല ഞാനിവിടെ എന്നും ഫ്രൈഡേ ദിവസം ചിക്കൻ കറിയും ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഫുഡ് പട്ടണിന്നാവണ്ടല്ലോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സൈഡിൽ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. മിൽക്കിൻ്റെ കോഫി വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതാ ഷോപ്പിൽ നിന്നൊക്കെ മിൽക്ക് കൊണ്ടുവന്നിട്ട് ഒരു സൈഡിൽ വെച്ചാണ്. അപ്പോൾ പിന്നെ യൂസ് ചെയ്യാം ബ്ലാക്ക് കോഫി യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്.
ജഗ്ഗിയൊക്കെ ഇട്ടിട്ട് ഷുഗർ വിതൗട്ട് ഷുഗറിന്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ബ്രൗൺ കളർ ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പീനട്സ് ആണ് കേട്ടോ. പീനട്സ് നല്ലോണം ഡ്രൈ ആവണം. ഡ്രൈ ആയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ 4 to 5 ബോട്ടിലല്ല 4 to 5 പാക്കറ്റാണ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ എന്താ പറയുക ഒരു ഇത്തിരി ആവുള്ളൂ. അതാണ് ഒരു കുറച്ച് കുട്ടികൾ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്താലാണ് കുട്ടികൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ത് സാധനം ടേസ്റ്റ് ആയ സാധനം ഒരു ഇത്തിരി കുട്ടികൾക്ക് കൊടുത്താലുണ്ടല്ലോ അത് ടേസ്റ്റ് അങ്ങനെ നിൽക്കണം. ആരെ പിന്നെ വേണം പറയാം. അമിതമായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും പിറ്റേ ദിവസം അവർ ഉണ്ടാക്കിയാൽ കഴിക്കില്ല. അപ്പം അമിതമായിട്ട് ഉണ്ടാക്കരുത്. എന്തായാലും കുറച്ച് വയറ്റിൽ പോയാൽ മതി. ബോഡി ഒബ്സർവ് ആവുന്ന പോലെ ഫുഡായിരിക്കണം. ഇങ്ങനത്തെ ഒരു ഫുഡൊക്കെ ലിമിറ്റ് വെച്ചിട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക്. പിന്നെ ഹെൽത്തിയായി കഞ്ഞി അതൊക്കെ അങ്ങനെ കഴിച്ചാലും പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഏകദേശം എന്താ പറയുക നമ്മൾ മാഗി മസാല ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ടോ കണ്ടില്ലേ. ഏകദേശം റെഡിയായി. ഒരു സൈഡിൽ ഞാനുണ്ടല്ലോ ഈ സൈഡിൽ ഞാൻ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ തന്നെ ഇത് പീനട്ടൊന്ന് ഇട്ട് വിടട്ടെ. കുറച്ച് റോസ്റ്റ് ആവട്ടെ ഓയിലിൽ കൂടി. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ മാഗി മസാല റെഡിയായി. ഒരു സൈഡിൽ ഞാൻ കോഫി പൗഡർ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് ഗ്യാസില്ല, അതിനാണ് ഓഫ് ആക്കുന്നത്. വളരെ കെയർഫുള്ളായിട്ട് വേണം ഗ്യാസൊക്കെ യൂസ് ചെയ്യാൻ. കോഫിക്ക് യൂസ് ചെയ്യുന്നത് ജഗ്ഗരി പൗഡറാണ് കേട്ടോ. ജഗ്ഗരി പൗഡർ നല്ലതാണ്. ഈ ഷുഗറിനെ കാട്ടി ജഗ്ഗരി പൗഡർ ബെസ്റ്റാണ്. അമിതമായിട്ടൊന്നും യൂസ് ചെയ്യണ്ട, കുറച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു സൈഡ് കോഫി ആയി. ഇതാണ് കേട്ടോ മാഗിൻ്റെ മസാല വറുത്തുകൊണ്ടിരിക്കുകയാണ്. മധുരം തോന്നി വറുത്തിട്ട് നല്ല ക്രിസ്പായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മളെ മാഗി മസാല റെഡിയായി. ഞാനിതൊരു മാഗി റോസ്റ്റഡ് റെഡിയായി കേട്ടോ. ഇത് നമ്മൾ ഇതാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ റോസ്റ്റ് ചെയ്തുകൊണ്ട് വയ്ക്കാം. ഫൈനലി ഇത് കണ്ടില്ലേ ഇത്രയൊക്കെ ആയിട്ടോ. ഇങ്ങനെ റോസ്റ്റായി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാമറ വെക്കാവുന്നില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ടൊമാറ്റോ, തക്കാളി, പിന്നെ പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് മതി കേട്ടോ. ആ വീഡിയോ ആക്കുന്നു കുറച്ചാണ് ഇട്ട് കൊടുത്തത്. ഇടയ്ക്ക് ഞാൻ പ്ലേറ്റ് അവർക്ക് ബൗളൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത്തിരി മാഗി മസാല കേട്ടോ. മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ മാഗി മസാല. ഇത് കണ്ടോ ഒരാളുണ്ട് തന്നെയായിരുന്നത് നോക്കാൻ വേണ്ടി. നല്ല മിനിറ്റ് നോക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഇത് ഞാനിവിടെ ഇത് നമ്മുടെ ഇട്ട് മൂടിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സൊക്കെ എടുക്കാൻ. ഞാൻ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ടാവും ആദ്യം. സ്പ്രെഡായി പോകുന്നുണ്ട് കൈ സ്പ്രെഡാവുന്നു. ഓക്കെ കണ്ടില്ല അങ്ങനെ ആക്കുമ്പോഴാണ് ഓണിയൻ തക്കാളി അതൊക്കെ മിക്സ് ആവുന്നത്. അപ്പം കണ്ടില്ല കഴിച്ചത് മിക്സായി. അപ്പം നമ്മുടെ മാഗി മസാല റെഡിയായി. അവർക്ക് കൊടുക്കുന്ന മുമ്പായിട്ട് ഞാൻ ടേസ്റ്റ് നോക്കി പറയാം കേട്ടോ. കുറച്ച് ഞാൻ എൻ്റെ കയ്യിലൊരു മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. കാരണം ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കിയതാണ്. അതാണ് കേട്ടോ ഇതാക്കി ടേസ്റ്റോടെ രണ്ടാമത്തെ തവണ ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് കഴിച്ച് നോക്കാം. മസ്റ്റ് വരാം കേട്ടോ. ഒരു പാക്കറ്റുകൾ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി നോക്കും. അടിപൊളി ടേസ്റ്റിയാണ്. വെറൈറ്റിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾ കഴിയുന്നത് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഏട്ടത്തിൻ്റെ സ്പെഷ്യലുണ്ട് ഉരിയത്തിൻ്റെതാ. അതവർ പോകുന്ന മുമ്പായിട്ട് ഉണ്ടാക്കാന്ന് പറയാം. ഇഷാ ബാ. അപ്പോൾ സ്കൂളിൽ പ്രൈസ് കൊടുത്ത മാതിരിയാണ് ഇന്ന് ഞാൻ കൂട്ടി കൊടുക്കുന്നത്. മൊബൈൽ വെച്ചോ. മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ. ഒരാൾ മൊബൈൽ അഡിക്ഷൻ വിളിപ്പിച്ചിട്ടു ചെറുതിന്. ഇനി വെറുതെ അങ്ങനെ യൂസ് ചെയ്യൂല. ഇപ്പോഴെങ്കിലും ഒരു ദിവസം
അപ്പോൾ ഇനി രണ്ടാമത്തെ പ്രൈസ് നമ്മളെ മൊയ്സ് കാണും. അവൻ ഇഷ്യൂ ആണ്, ഇത് മൊയ്സ് കാണും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോണ്ടല്ലോ അവർ എന്ത് തിന്നാലും കൊടുത്താലും അവർ നമ്മളൊരു മുഖം നോക്കും കേട്ടോ. അതാണ് അതിൻ്റെ സ്നേഹം പ്രതികരിക്കുന്നത്, സ്നേഹം കാണിക്കുന്നത്. ഇപ്പൊ ചെറിയ പിട്ടനെ വിളിക്കാം. ചോബിനെ വിളിക്കേ. അവള് കുഞ്ഞി സ്പൂണാട്ടോ, അത് കുഞ്ഞി സ്പൂൺ. സൗദം വിളിക്കുന്നേന്ന് പേര്. അവൾക്ക് എന്നെ ആൻറ്റി വിളിക്കുന്നില്ല, ഉമ്മച്ചി. യശു മൊയ്ത് വിളിക്കുന്നത് ഉമ്മച്ചി. നോക്ക് വന്നിട്ടോ. ചോബിന മകൻ എൻ്റെ ചോബി എന്നെ ശശിയാക്കി. ഞാൻ എന്തോ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുത്തത്. പക്ഷെ അവൾ എൻ്റെ മുഖം നോക്കിയില്ല. ഞാൻ വിചാരിച്ചു അവൾ എൻ്റെ മുഖം നോക്കി ചിരിക്കുമെന്നുള്ളത്. അവൾ പക്ഷെ ഫുഡ് കൊടുത്തത് കൊണ്ട് ഷോക്ക് ആയതെന്ന് അറിയില്ല. അപ്പൊ എങ്ങനെയുണ്ട് മിസ്സിലെ ഫുഡും? എളുപ്പപ്പണിയാണ് കഴിച്ചത്. എളുപ്പപ്പണിയാ? എത്ര ടൈം ഉണ്ടായിരുന്നു? ഓണിയനും ടൊമാറ്റോ കട്ട് ചെയ്ത്, ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത്, പിന്നെ കടല ഡ്രൈ ഇത് റോസ്റ്റ് ആക്കിയിട്ടോ, പിന്നെ മാഗി റോസ്റ്റ് ആക്കിയിട്ടോ. അത്ര പണിയാണ്. പിന്നെ കൊറിയൻഡർ പിന്നെ മിക്സ് ആക്കി. അത്ര പണിയാണ്. ഒരു 10 മിനിറ്റിന്റെ പണിയാണ്. വയറിനർച്ചില്ലയോ? എന്തെങ്കിലും ചെയ്ത് വയറിനർച്ചില്ലയോ? ஆமா ஆமா என்ன சொல்றது, எந்த கொடுத்தாலும் இதுதானே. ஒரு அப்ரிஷியேட் செய்யறது இல்லை வீட்டில். என்ன செய்யறது சொல்லுங்க? எப்போ பார்த்தாலும் நெகட்டிவ் திங்க் தான். ஆனா தேங்க்யூ. செய்ய வேண்டாம், போய் பிளாங்கெட் எடுத்துட்டு தூங்க சொல்லுவோம். எப்போ சொல்றது தூங்கானா? நான் அப்படி தூங்கும்போது வருது ஒரு வாதல் முட்டுது. என்ன தூங்குறது? ரோகிண்ட ஹவுஸ் தானே. உம்மா அண்ட் சிஸ்டர் கேட்குதானே சொல்லும். என்ன வேணும் சொல்லும். என்ன வேணாலும் சொல்லுங்க. சொல்லும். என்ன சொல்லணும்? என்ன சொல்லணும்? அப்போ கேட்குங்களா? மேகி மசாலா டேஸ்டி தான் பாப்பா சொல்லுது. அப்போ சோபி இப்படி இங்கே வா. மேகி மசாலா எப்படி இருக்குது சொல்லு. இவர்கிட்ட சொல்லு, எப்படி இருக்குது? டேஸ்ட் தானா? மொய்ஸ் சொல்றது டேஸ்ட். இங்க வேணாமா? என் செல்லக்குட்டி இது வேண்டாமா? இது வேண்டாம். சாப்பிடுமா, சாப்பிடு. இவ சர்முரி நல்லோன்னு சாப்பிட்ருக்கு. அதுதான் இது வேண்டாம்னு சொல்லுறது. ஆனால் என்ன பண்ணுறது, நான் உண்டாக்கிய ஃபுட்டு அவளுக்கு பண்ணுறது இல்லை. அவன் நல்லா ஸ்வீட்டு ரவா வித் மில்க்கு ஸ்வீட்ஸும் செய்திருக்கான். எந்த അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്താണറിയോ? പെപ്സി അല്ല, ഇത് കോഫി, ബ്ലാക്ക് കോഫി, സ്പെഷ്യൽ ബ്ലാക്ക് കോഫി. ഇത് പെപ്സിയാണ്. പെപ്സി കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ജഗ്ഗേരി ടീയാ, കോഫിയാണ്. ആ, നിനക്കില്ലാത്ത സാധനങ്ങൾ എന്തുണ്ട് മൊയ്ജ്? അപ്പോൾ ചല്ലോ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Thank you for watching. Bye-bye. Please subscribe and bye-bye. ഉമ്മാന്റെ കാര്യം എന്താ അറിയോ? ഓടി വരി വിളിക്കാണ്. വീട് ഓടി വരും. ഞാൻ ചോദിക്കും, എന്താ കാര്യം എന്താണ്? വാതിലെടുക്ക്. അത് എന്തമ്മ കാര്യം എന്താ പറയും? ന്യൂസ് നോക്കുന്നു. എന്തമ്മ ന്യൂസിലും ആരോ കൊന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം എപ്പോഴും വർഗീയതയിൽ ഫൈറ്റാണ്. ആരോ കൊന്നു. ഞാനപ്പ ആ ന്യൂസ് കാണിക്കുന്നു. പുറത്തൊന്നും പോവണ്ട. ഗലാട്ട എന്ന് പറഞ്ഞാൽ പുറത്ത് ഫൈറ്റാണെന്ന്. കർഫ്യൂ ഒക്കെ വീലും പുറത്ത് പോകണ്ടെന്ന്. കർഫ്യൂ ഒക്കെ പുറത്ത് പോകണ്ടെന്ന്. ഞാൻ സത്യം വിചാരിച്ചിട്ട് 11-12 മണി വരെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ന്യൂസ് എവിടെ ഉണ്ടെന്ന്. പിന്നെ ഉമ്മാൻ്റെ യൂട്യൂബിൻ്റെ ന്യൂസ് പോയിട്ട് നോക്കുമ്പോഴാണ്
5 years 6 years 5 years 6 years back in news ഇപ്പൊ ഇന്നത്തെ 6 hours ന്യൂസ് ആണ് കേട്ടാ. 6 hours ന്യൂസ് ആണ് ഇപ്പടെ. പിന്നെ ഭയങ്കര വലിയ ഫൈറ്റ് ഒക്കെ വെച്ചു ഇപ്പടെ. ഇത് ഈ ന്യൂസ് വെച്ചിട്ടാ. ഈ ന്യൂസ് വെച്ചപ്പോ ഏട്ടൻ ചോദിച്ചു എന്തമ്മ അത് ന്യൂസ് എവിടെയാന്ന് പോയിട്ട് എടുക്കുമ്പോഴാണ് ഇത് 3 years ന്യൂസ്. 3 years ബാക്കിന്റെ ന്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒക്കെ എപ്പോഴത്തെ 4 years ബാക്കിന്റെ ന്യൂസ് 3 years ബാക്കിന്റെ ന്യൂസ് ഒക്കെ നോക്കിയിട്ട് നമ്മളോട് സ്റ്റോറി പറയാം. ഇന്നാലെ ആക്സിഡന്റ് ആയി. എവിടെ ആക്സിഡന്റ് ആയി? അത് ഇന്നാലെ മരണപ്പെട്ടു. പിന്നെ ഞാൻ പോയിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി ലൈബ്രറി ഹിസ്റ്ററി വന്ന് നോക്കുമ്പോൾ എന്താ എവിടെ ആയിട്ടില്ല. 4 to 5 years ബാക്കിന്റെ വീഡിയോ എല്ലാം ഉമ്മ എന്നെ പറയാണ് ഇന്നായതുപോലെ ഇന്നാലായതുപോലെ. പിന്നെ നോക്കൂ ഉമ്മ എത്ര വർഷത്തെ ന്യൂസ് നോക്കുമ്മ? 1,24,000 ഡേയ്സിന് ബാക്കാണ്. പിന്നെ ന്യൂസ് ഒക്കെ നോക്കിയിട്ട് ഭയങ്കര ടെൻഷൻ ആവാനൊക്കെ ഉണ്ടോ ലൈഫ്. ഏതെങ്കിലും ടെൻഷൻ കേസൊക്കെ വന്നാൽ നമ്മൾ പത്ത് പോലില്ല. നമ്മള് വീട്ടിൽ ജഡ്ജ് ചെയ്തു. എല്ലാവരും വെച്ചിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഉച്ചക്ക് ചോറില്ല. ഉച്ചക്ക് കുറച്ച് ഉണ്ടാക്കി എന്താ ഉരച്ച് കുറച്ച് ഇതെല്ലാം ഇട്ടിട്ട് ഫിവറാണ്. ഇവിടെ എന്ത് കഴിക്കാനാണ്? എല്ലാവരും കൊമ്പിട്ടും തലവേദന മായ എന്തുണ്ടാക്കോ? കുറച്ച് തന്നെ വെല്ലെങ്കിലും എനിക്ക് ഫീവറായിരുന്നു. ഞങ്ങളുടെ ഇരുന്നിട്ട് ബീജനൊക്കെ ഉണ്ടായിരുന്നു. വെരി 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 ഞാൻ വന്ന് നോക്കുമ്പോൾ എന്താ കട്ടൻ ചായ ഇല്ലാന്ന്. ഇഷു നീ കട്ടൻ ചായ ഉണ്ടാക്കോ? കട്ടൻ ചായ ഉണ്ടാക്കുന്ന അറിയോ? കുറച്ച് വെള്ളം ചൂടാക്കാം. അതിലേക്ക് കോഫി പൗഡർ ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ അവനുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ മാഗി ചമ്മ കഴിക്കാൻ പോയി. ഇവിടെ ചായ ഒരു കല വെച്ചിട്ടുണ്ട്. മതി ഇത് അത്രയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു. അതാ ഗൈസ് വിളിക്കുന്ന. ചൊല്ലു ബാബ നിക്ക് ചൊല്ലു. ഇതാ ഗൈസ് എന്റെ മോന് പറയുന്നുണ്ട്. എന്ത് ഗൈസ് പറയും? ചായ കാലിയാ ഗൈസ്. ഇത് ടേസ്റ്റ് ഉണ്ടോ ഗൈസ്? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ട ഗൈസ്? അപ്പൊ ഇതാ ഗൈസ് അസ്സലാമലൈക്കും എന്ന് പറയുന്ന ഗൈസ്. മാറി ഗൈസ്. അങ്ങനെ ഞാൻ വീഡിയോ നോക്കിണ്ടായിരുന്നു. വീഡിയോ നോക്കി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു എന്തപ്പാ ഇത് ബിരിയാണി. വന്ന് നോക്കുമ്പോ എന്തിനാ കടലും നീരുള്ളി മാഗി. ഇത് ഉമ്മാക്ക് ഫേവറേറ്റ് ആണ് ഗൈസ്. ഉമ്മ എന്നെ പറഞ്ഞത് എനിക്ക് ആ മാഗി കഴിക്കണമെന്ന് പറഞ്ഞു ഗൈസ്. മൊയ്സ് ഗൈസ് പറയ് ഗൈസ്. ഇഷ്ടപ്പെട്ട ഗൈസ്? എന്താ കഴിക്കുന്ന ഗൈസ്? ഇഷ്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ ഗൈസ്. ബൈ പറയോ ഗൈസ്? അപ്പൊ കൂടുതൽ പറഞ്ഞിട്ടൊന്നും വെറുപ്പിക്കില്ല. ആരെയും മനസ്സിന് വേദനിപ്പിക്കാനുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. വീട്ടിലിരുന്നപ്പോ വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.